അവരുടെ പാദം തൊട്ട് വന്ദിക്കുന്നതും കാല് കഴുകുന്നതും എല്ലാം ചിത്രീകരിക്കുകയും അങ്ങനെ ജനതയെ ഒരുതരം ഹിപ്നോസിസിന് വിധേയമായി മാധ്യമങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ അപ്പുറത്ത് ഇതെല്ലാം വൃത്തികേടുകളുടെ ലോകമാണ്, ഞങ്ങൾ പുണ്യവാളന്മാരാണെന്ന് തോന്നുമാറ് ജനങ്ങളുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മാധ്യമത്തിന് അവരുടെ ആവശ്യങ്ങളായ ആധ്യാത്മികവും ഭൗതികവുമായ കാര്യങ്ങൾ നാളെ കൊടുക്കാൻ ആവില്ല എന്ന വസ്തുത മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. മറിച്ച് ഞാൻ ആ സന്യാസിയെപ്പോലല്ല, ഞാനൊരു പുണ്യവാളനാണ്. എൻ്റെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു അയാൾ വന്നതുകൊണ്ട്. അയാൾ തെറ്റിയതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന മട്ടിലാണ് എല്ലാവരും കാണുന്നത്. ഏതോ ഒരു മന്ത്രിയുടെ തന്നെ പ്രസ്താവനയുണ്ടായിരുന്നു, സന്യാസിമാരൊക്കെ കള്ളന്മാരാണ്, അവരെ ജനം കൈകാര്യം ചെയ്യേണ്ടതാണ്, ആസനത്തിൽ ഇരുമ്പ് പഴിപ്പിച്ച് കയറ്റേണ്ടതാണ്. ഭരണഘടന, സത്യപ്രതിജ്ഞ, ഇവയൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെങ്കിൽ ആ വൈകാരികത ഉണ്ടാവില്ല. ശുദ്ധനും നല്ലവനുമായതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത്. ആ പ്രതികരണത്തെ എതിർക്കുകയല്ല, അത് വൈയക്തികമായി ഉത്തരവാദിത്വമില്ലാത്ത ഒരു സാധാരണ മനുഷ്യന് പ്രതികരിക്കാവുന്ന രീതിയാണ്. വഴിയരികുകളിൽ ഫ്ലക്സ് ബോർഡുകളായോ ഒരു സുപ്രഭാതത്തിൽ രംഗപ്രവേശം ചെയ്യുന്നവരാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലെല്ലാം വന്നു പെടുന്നതെന്നുള്ളതൊരു വസ്തുതയാണ്. മതങ്ങൾക്കായാലും ജാതികൾക്കായാലും സംഘടനകൾക്കായാലും രാഷ്ട്രീയത്തിനായാലും അതുപോലെ തന്നെ മറ്റേത് മേഖലയിലുള്ളതിനായാലും അതുപോലെ വ്യക്തികൾക്കായാലും അമിതമായ പ്രാധാന്യം മാധ്യമങ്ങൾ വഴി നൽകുകയും അത് നൽകി അവരെ കേന്ദ്രീകരിച്ച് പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുത്തുന്നതിനും അവരുടെ യാത്രകൾ ഇറ്റിനറികളും മറ്റു കാര്യങ്ങളുമെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തുകയും അവരുടെ പാദം തൊട്ട് വന്ദിക്കുന്നതും കാല് കഴുകുന്നതും എല്ലാം ചിത്രീകരിക്കുകയും അങ്ങനെ ജനതയെ ഒരുതരം ഹിപ്നോസിസിന് വിധേയമായി മാധ്യമങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ അപ്പുറത്ത് ഇതെല്ലാം വൃത്തികേടുകളുടെ ലോകമാണ്, ഞങ്ങൾ പുണ്യവാളന്മാരാണെന്ന് തോന്നുമാറ് ജനങ്ങളുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മാധ്യമത്തിന് അവരുടെ ആവശ്യങ്ങളായ ആധ്യാത്മികവും ഭൗതികവുമായ കാര്യങ്ങൾ നാളെ കൊടുക്കാൻ ആവില്ല എന്ന വസ്തുത മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ശരിയാണ് സ്വാമിജി. അത് മാധ്യമ വികാരത്തിൻ്റെ ഒരജ്ഞതയുടെ വഴിയാണ്, ജ്ഞാനത്തിൻ്റെ വഴിയല്ല. സമ്മതമാകുമെന്ന് എനിക്ക് തോന്നുന്നു. സമ്മതമാണ് ആ അർത്ഥത്തിൽ. പക്ഷേ വേറൊരർത്ഥത്തിൽ ഈ സമൂഹത്തിൻ്റെ എല്ലാ ചലനങ്ങളിലും കണ്ണും കാതും വെക്കുക എന്നുള്ളത് ഒരു മാധ്യമ ധർമ്മമാണ്. തീർച്ചയായും അതെ. പക്ഷേ അത് വസ്തുതകൾ ആവശ്യത്തിന് മാത്രമായിരിക്കണം ജനത്തിന് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുത ഒരാളെ പിടിച്ചു, അയാൾ കുറ്റവാളിയാണ്, ഇന്ന കാര്യങ്ങൾ അക്കമിട്ട് അയാൾ കുറ്റം ചെയ്തു. ശബ്ദം അർത്ഥമില്ലാതെ ഉപയോഗിക്കുന്നതിന് വികല്പമെന്ന് പറയും. അതായത് ശബ്ദാനുപാതി വസ്തുശൂന്യോ വികൽപ. എത്ര പേജുകളാണ് ജനത്തിന് വായിച്ച് ആസ്വദിക്കാൻ എഴുതിവിടുന്നത്. കാര്യങ്ങൾ ഗണിതയുക്തിയിൽ നിരത്തേണ്ടിടത്ത്, കുറഞ്ഞ വാക്കുകളിൽ നിരത്തേണ്ടിടത്ത്, പലതും പെറ്റി കേസുകളായി ഒഴിവാക്കാവുന്നിടത്ത്, പലതും കനത്ത ശിക്ഷ നൽകിയിട്ട് ആ ശിക്ഷ നൽകിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താവുന്നിടത്ത്, ജനങ്ങളുടെ വികാരമുണ്ടാക്കി കൂടുതൽ തെറ്റുകൾ ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ മാധ്യമങ്ങൾ ഒരുങ്ങുന്നില്ലേ എന്ന സംശയം കൊണ്ടാണിത് പറഞ്ഞത്. ജനങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ഒരു വൈകാരികമായിട്ടുള്ള സെൻസേഷണലിസം എന്ന് മാധ്യമം തന്നെ പറയുന്നിടത്താണ് മാധ്യമധർമ്മം ഇന്ന് തളച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വസ്തുത ഒരു വസ്തു. രണ്ട്, ഈ കപട സന്യാസികൾ എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ ഏരിയയെ, ആ ഒരു മേഖലയെ ഇതേപോലുള്ളൊരു വൈകാരികമായ തലത്തിൽ, അപ്പോൾ ഇത് രണ്ടും ഒരു തുറന്ന ഒരു മാർക്കറ്റായി വികസിക്കുകയും ചെയ്യുന്നതിനടുത്ത് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ കീഴ്മയും മറിയലും ഞാണുമേൽ കളിയൊക്കെ വരുന്നത് ആ മാധ്യമരംഗത്തും. അത് യഥാർത്ഥത്തിൽ വളരെ ആലോചിച്ചു വന്നവയാണെന്നുള്ളതാണ് വസ്തുത.
ആ വഴി നമുക്ക് പോകണോ സ്വാമിജി? അതെ, തനിച്ചു വരില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിന് ഞാനും അങ്ങും ഉൾപ്പെടെ സമസ്തരും ഉത്തരവാദികളാണ് എന്ന് ധരിച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഉത്തമമാണ്. മറിച്ച് ഞാൻ ആ സന്യാസിയെ പോലല്ല. ഞാനൊരു പുണ്യവാളനാണ്. എൻ്റെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു അയാൾ വന്നതുകൊണ്ട്. അയാൾ തെറ്റിയതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന മട്ടിലാണ് എല്ലാവരും കാണുന്നത്. അതെ, ഓരോ മാധ്യമ പ്രവർത്തകനും കാണുന്നത്, ഒപ്പം അതിൻ്റെ പ്രേക്ഷക സമൂഹവും കാണുന്നത്. ഞാനതിലില്ല. ഇല്ല, പുറത്തുള്ളവർക്കാണ് പ്രശ്നങ്ങൾ. അങ്ങനെ കാണുമ്പോൾ വരുന്ന വൈകല്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതോ ഒരു മന്ത്രിയുടെ തന്നെ പ്രസ്താവനയുണ്ടായിരുന്നു, സന്യാസിമാരൊക്കെ കള്ളന്മാരാണ്, അവരെ ജനം കൈകാര്യം ചെയ്യേണ്ടതാണ്, ആസനത്തിൽ ഇരുമ്പ് പഴിപ്പിച്ച് കയറ്റേണ്ടതാണ്. ഭരണഘടന, സത്യപ്രതിജ്ഞ, ഇവയൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെങ്കിൽ ആ വൈകാരികത ഉണ്ടാവില്ല. ശുദ്ധനും നല്ലവനുമായതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത്. ആ പ്രതികരണത്തെ എതിർക്കുകയല്ല, അത് വൈയക്തികമായി ഉത്തരവാദിത്വമില്ലാത്ത ഒരു സാധാരണ മനുഷ്യന് പ്രതികരിക്കാവുന്ന രീതിയാണ്. തീർച്ചയായും ഒരു വലിയ പ്രസ്ഥാനത്തെ ഉൾക്കൊള്ളുകയും ഒട്ടേറെ യുവാക്കൾ ഇതുപോലുള്ള ഉന്നതരായ ഭരണാധികാരികളിൽ നിന്ന് ആവേശം കൊള്ളുകയും ചെയ്യുന്നിടത്ത് അത്തരമൊരു വാക്കുപയോഗിക്കുമ്പോൾ നാളെ ശബരിമലയ്ക്ക് പോകാൻ കാവ്യ എടുത്തുകൊണ്ടിരുന്നൊരു സാധാരണ മനുഷ്യനെയോ ഏതെങ്കിലും ജീവിത വ്യാപാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇനിയുള്ള കാലം, ശേഷകാലം ഇങ്ങനെ കഴിയാം എന്ന് വിചാരിച്ച് ഭക്തിപൂർവം ഏതെങ്കിലും കാവ്യമെടുത്ത് അമ്പലത്തിൻ്റെ ഗോപുരത്തിലിരുന്ന് ആർക്കും ഉപദ്രവമില്ലാതെ കിട്ടുന്ന ഭിക്ഷാന്നവും കഴിച്ചിരിക്കുന്ന ഒരു സാധാരണക്കാരനെയോ തിരിച്ചറിയാതെ വൈകാരികതയിൽ ഈ പണിക്ക് വിധേയമാക്കിയാൽ ആ പ്രേരണ കുറ്റമെന്താവും? പ്രഭാഷണങ്ങൾ, വാക്കുകൾ, ഇവയൊക്കെ ഉപദ്രവകരമാകരുത് എന്നും അങ്ങനെ ആയാൽ അത് ശിക്ഷാർഹമാണെന്നും പറയുന്ന ആളുകളെ പ്രചോദിപ്പിച്ചു. അതിനാണല്ലോ ഒരാൾ കാസറ്റുകളിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂർ ജയിലിൽ അതിൽ അനേക വർഷങ്ങൾ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇത്തരം വാക്കുകൾ ഉത്തരവാദിത്തത്തിലിരിക്കുന്നവർ ഉന്നയിക്കുമ്പോൾ അത് വികാരപരമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതല്ലേ? ആണ് സ്വാമിജി. മാത്രവുമല്ല, ഒരു മന്ത്രി വിമാനത്തിൽ വെച്ച് ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പത്രങ്ങൾ എഴുതുകയും അന്വേഷണ ഉദ്യോഗസ്ഥ ഏതാണ്ട് അതിനനുകൂലമായി പറഞ്ഞുവെന്ന് പറയപ്പെടുകയും ചെയ്യുമ്പോൾ കൃത്യമായി നമുക്കറിയില്ല. ഇതൊന്നും കൃത്യമായി എനിക്കറിയില്ല. അങ്ങനെ വരുന്ന ഒരവസ്ഥയിൽ മന്ത്രിമാരെല്ലാം മോശക്കാരാണ് എന്ന് പറയുകയും അവരെ തെരുവിൽ നേരിടണമെന്ന് പറയുകയും ചെയ്താൽ രാജ്യത്തിൻ്റെ ഗതി എന്താവും?